Hello babies, welcome to our channel Nini's Tales. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പമില്ലാത്ത വലിയ റെസ്പോൺസ് അല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ ഫേഷ്യൽ കിറ്റ് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് തന്നെയാണ് അതിന് പറ്റിയ സമയം. കാരണം ഓൾറെഡി ഇന്ന് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ മുഖം ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് ഇറങ്ങിയ സമയത്ത് രാവിലെ കഴുകിയതാണ് ഫേസ് വാഷ് ഇട്ട്. അപ്പോൾ ഞാൻ മുഖത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പം എന്തായാലും അത്യാവശ്യം ടാനൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ചെയ്യാം എന്ന് ഓർത്തു. അപ്പോൾ ഇതല്ലേ ബെസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ ഇന്ന് ഫേഷ്യൽ കിറ്റ് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഫേസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കാം കേട്ടോ. അത് വാങ്ങിക്കുമ്പോൾ സ്കിൻ ടൈപ്പും കൂടി നോക്കിയിട്ട് വാങ്ങിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്ട്സും ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്റ്റ്സാണ്. കാരണം എൻ്റെ ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ്, ഭയങ്കരമായിട്ട് ഓയിലിയും അല്ല ഭയങ്കരമായിട്ട് ഡ്രൈയും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഫേഷ്യൽ കിറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ കിറ്റ് ഇതാണ്. ഇതിൻ്റെ പേരെന്താണ്? ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ സ്വിസ് ലവ് എന്ന് പറയുന്ന സംഭവമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടെയ്ൻസ് വൈറ്റമിൻ സി വിച്ച് എയ്ഡ്സ് ഇൻ സ്കിൻ ബ്രൈറ്റനിങ്. ക്യാരറ്റ് ഓയിൽ ബാലൻസസ് ദ മോയ്സ്ചർ ലെവൽസ് ഇൻ സ്കിൻ. ഷിയ ബട്ടർ ഹെൽപ്സ് സ്കിൻ സോഫ്റ്റ്, സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് ഇത് ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിതിടാം. ഇത് അന്ന് ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിച്ചായിരുന്നു കേട്ടോ. ഇതിൽ 5 കിറ്റാണ് വരുന്നത്. ആണോ? 1 2 3 4 ഞാൻ സെൽഫിയിൽ വെച്ചേക്കുന്നുണ്ട്. അയ്യോ പോയി. 5 വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ്, ക്ലെൻസറാണ്. അപ്പോൾ ക്ലെൻസർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നന്നായിട്ട് നമ്മൾ ഫേസ് കഴുകാനുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഓൺ ഡാം ഫേസ് ജെല്ലി മസാജ് ദ ക്ലെൻസർ ഫോർ 3 to 5 minutes, റിൻസ് ഓഫ് വിത്ത് വാട്ടർ. 3 to 5 minutes ഇത് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യണം. എന്നിട്ട് വെള്ളം വെച്ചിട്ട് കഴുകിക്കളയുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് സ്ക്രബാണ്. സ്ക്രബ് മസാജ് സ്ക്രബ് ഓവർ ഡാം ഫേസ് ഫോർ 3 to 5 minutes. 3 to 5 മിനിറ്റ് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക, പിന്നെ കഴുകിക്കളയുക. മൂന്നാമത്തേത് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ടോണറാണ്. Apply the toner all over the face. Massage it for 2 to 3 minutes. Wipe off the excess toner with a moist cotton. കോട്ടൺ വെച്ചിട്ട് തുടച്ച് കളയാം. നനഞ്ഞ കോട്ടൺ വെച്ചിട്ട്, നനവുള്ള കോട്ടൺ വെച്ച് തുടച്ച് കളയാനാണ് പറഞ്ഞേക്കുന്നത്. 2 മുതൽ 3 മിനിറ്റ് വരെ മസാജ് ചെയ്യാം. നാലാമത്തേത് ഒരു ക്രീമാണ്. അതിൽ പറഞ്ഞേക്കുന്നത് ഈ ക്രീം മസാജ് ചെയ്യുക ഓവർ ഫേസിങ് സ്മോൾ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. 12 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ തുടച്ച് കളയാം. പിന്നെ അഞ്ചാമത്തെ ഒരു മഡ് മാസ്ക് ആണ്. അത് ജനറലി അപ്ലൈ എ തിൻ ലെയർ ഓഫ് മഡ് മാസ്ക് ഓൾ ഓവർ ദ ഫേസ്. വെയിറ്റ് ഫോർ 15 minutes ഓർ ടിൽ ദ മഡ് മാസ്ക് ഡ്രൈസ് ആൻഡ് വാഷ് ഓഫ് ഇറ്റ് വിത്ത് വാട്ടർ. പാറ്റ് ഡ്രൈ. 15 മിനിറ്റ് നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാം, വെള്ളം വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്ലെൻസർ ഉപയോഗിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് നമ്മൾ മുഖം കഴുകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുക. അതിനുശേഷം ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വരാം. ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മാലയും കമ്മലൊക്കെ മാറ്റിയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ, കാരണം ഇതിൻ്റെ മേലെ എനിക്ക് ക്ലെൻസർ പൊട്ട് മാറ്റിയില്ലായിരുന്നു. ഇതിൻ്റെ മേലെ എനിക്ക് ക്ലെൻസർ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇനി ഫസ്റ്റ് ക്ലെൻസർ പൊട്ടിക്കട്ടെ.
പൊട്ടിക്കാം. പൊട്ടിച്ചു. നല്ല മണമുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, നോക്കാം. ഇങ്ങനൊരു ജെല്ലി പോലെയാണ് കേട്ടോ ഈ സാധനം ഇരിക്കണ. ഇനി എനിക്ക് വന്നതിൻ്റെ ആണോ? ഇതൊരു ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്, കണ്ടോ? നമ്മുടെ കൈയും നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. ക്ലെൻസർ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ക്ലെൻസിങ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ക്ലെൻസ് ചെയ്യാനൊരു സുഖമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് ഉണങ്ങിക്കോട്ടെ. ജസ്റ്റ് നമ്മൾ തുടച്ച് ഉണങ്ങുന്നതിനേക്കാളും നല്ലത് തനിയേ ഉണങ്ങുന്നത്. അടുത്തത് സ്ക്രബാണ്. സ്ക്രബ്ബർ പൊട്ടിക്കാവേ. ഇതേ സ്ക്രബ്. സ്ക്രബ് ചെയ്യാം. കുറച്ച് കൈ ഇങ്ങനെ നനച്ചു കൊടുക്കണമല്ലോ കേട്ടോ. എനിക്ക് ഈ ഒരു ഏരിയയിൽ ഇത്തിരി ഡാർക്ക് വരവുണ്ട്. അത് അലർജിയിലാണ്. അത് ഫേഷ്യൽ ചെയ്താൽ പോവാന്നറിയില്ല. എനിക്കിപ്പോൾ ഇപ്പോൾ ഏകദേശം 3 to 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്ത് ഞാനത് കഴുകിയിട്ട് വരാവേ. ഇനി ഇതും ഒന്ന് ഉണങ്ങിക്കോട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് ടോണറാണ്. അത് പറഞ്ഞേക്കുന്നത് ടോണർ ഓൾ ഓവർ ദി ഫേസ്, മസാജ് ഇറ്റ് ഫോർ 2 to 3 minutes, വൈപ്പ് ഓഫ് ദി എക്സസ് ടോണർ വിത്ത് മോയ്സ്റ്റ് കോട്ടൺ. അപ്പോൾ ആദ്യം ഇതൊന്ന് ഉണങ്ങിയിട്ട് കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് വിടാം കേട്ടോ. എല്ലാത്തിനും ഏകദേശം ഒരേ സെയിം മണമാണ് കേട്ടോ. നമ്മുടെ എന്തിൻ്റെ മണമാണെന്നോ, നമ്മുടെ കംഫർട്ടില്ലേ, തുണി കഴുകുന്ന കംഫർട്ടിൻ്റെ മണമാണ്. ഇനി കംഫർട്ട് എങ്ങാനും ആണോ? ഇല്ല, ഇത് കംഫർട്ടിൻ്റെ മണമാണ്. ഓക്കെ, ഒരു ജെല്ലാണ് കേട്ടോ. ഇത് കൊള്ളാം. കുറച്ചും കൂടി എടുക്കാം. ഇത് ഓൾറെഡി എൻ്റെ മുഖത്ത് നല്ല അബ്സോർബായ കേട്ടോ. ഞാനത് നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കാനല്ലേ ഒരു പറഞ്ഞു. ഇനി നെക്സ്റ്റ് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാലാമത്തത് നമ്മുടെ ക്രീമാണ്. മസാജ് ദ ക്രീം ഓൾ ഓവർ ദി ഫേസ് ഇൻ സ്മോൾ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് സർക്കിൾസ് ഫോർ 12 to 15 minutes. വൈപ്പ് ഓഫ് എക്സസ് ക്രീം വിത്ത് എ മോസ്റ്റ് കോട്ടൺ പാഡ് വെച്ചിട്ട് 12 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. ഓ മൈ ഗോഡ്, 12 മുതൽ 15 മിനിറ്റ് വരെ. ഇപ്പം എന്തായാലും പൊട്ടിക്കുക. ഇപ്പം തന്നെ തുടങ്ങിയേക്കും. ഇപ്പം തുടങ്ങിയാലേ ഉച്ചക്ക് മുന്നേ കഴിയത്തുള്ളൂ. ഇത്തിരി ഉള്ളു കേട്ടോ, സാധനം ഇത്തിരി ഉള്ളു കേട്ടോ. ഇതിനൊരു സോപ്പിൻ്റെയൊക്കെ മണം കേട്ടോ. ഇതിന് മൊത്തം സോപ്പിൻ്റെയും കംഫർട്ടിൻ്റെയൊക്കെ മണമാണല്ലോ. മസാജ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ മസാജ് ചെയ്ത് വന്നപ്പോഴേ ഇതങ്ങ് ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ എന്തായാലും 15 മിനിറ്റ് ചെയ്യണമെന്നല്ലോ. ഞാൻ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട്
വീണ്ടും ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഉണങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും വീണ്ടും മസാജ് കൊടുക്കും. ഒരു 10 മിനിറ്റെങ്കിലും, ഒരു 15 മിനിറ്റ് നമ്മൾ 10 മിനിറ്റ് എങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അത് വീണ്ടും ഇത് ഉണങ്ങിയിട്ടുണ്ട്. മതി, എനിക്ക് മടുത്തു. ഇനി ഞാനിത് നമ്മുടെ വൈപ്പ് ചെയ്യുന്നത് വെച്ചിട്ട് തുടച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ തുടച്ചിട്ടുള്ള റിസൾട്ട്. നെക്സ്റ്റ് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റിൻ്റെ മഡ് മാസ്കാണ്. മഡ് മാസ്ക് പറയുന്നത് നമ്മൾ ഒരു തിൻ ലെയർ ഓഫ് മഡ് മാസ്ക് ഫേസിൽ വെച്ചിട്ട് 15 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ആ മാസ്ക് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കഴുകിക്കളയണം എന്നാട്ടോ പറഞ്ഞത്. ഇതാണ് നമ്മുടെ മഡ് മാസ്ക്. ഇത് അത്യാവശ്യം എടുക്കണമല്ലോ, കാരണം ഓക്കെ. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു 2 വെള്ളരിക്കാൻ കൂടി ഇങ്ങനെ വെച്ചോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കാമല്ലോ. ഇനി ഇത് 15 മിനിറ്റ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒന്നും ചെയ്യരുത്, റെസ്റ്റ്. 15 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. സംസാരിക്കാൻ വയ്യ. 15 മിനിറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ് ആയതേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും 15 മിനിറ്റ് ഒന്നും വെക്കരുത്, 10 മിനിറ്റ് വെക്കണ്ട. ഡ്രൈ ആകുമ്പോഴത്തേക്കും തുടച്ചെടുത്തോ. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, എനിക്ക് തുറക്കാൻ വയ്യ. ഒരു പാക്ക് ഇത്രയും ഡ്രൈ ആവുന്നവരെ വെക്കരുത് കേട്ടോ. ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്കും തുടച്ചിടാം. കിടക്കാം. കരണ്ടിൻ്റെ മിന്നായ കളികൾ. ഞാൻ ഇതെല്ലാം തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഫേഷ്യൽ കിറ്റൊക്കെ ഇട്ടിട്ട് സ്കിന്നിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? നിങ്ങൾ വേണം പറയാൻ മാറ്റമുണ്ടോ ഇല്ലേന്ന്. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലേ, അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്കിന്നിരിക്കുന്നത് അതിന് ശേഷം. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഒന്നും ചെയ്തിട്ടില്ല, ആ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ കാണിച്ചിട്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തിളങ്ങിയാലോ. ഇതാണ് സ്കിന്ന്. ഇങ്ങനെയാട്ടോ എൻ്റെ സ്കിന്നിരിക്കണേ. ഭയങ്കരമായിട്ട് കളിക്കൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ചെയ്യണമല്ലേ. ആക്ച്വലി ഇങ്ങനെയാട്ടോ ഇപ്പോൾ ഫേസ് ഇരിക്കുന്നത്. അത്യാവശ്യം ഗ്ലോ ഉണ്ടല്ലേ. ഗ്ലോ അല്ല, ഒന്നും ഇതായിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പൗഡറോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഇവിടെ ഒക്കെ ഉള്ള ഡാർക്ക്നെസ് എനിക്ക് പണ്ടേ ഉള്ളതാണ്, അത് പതുക്കെ മാറത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തേ മാലയും കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഫേഷ്യൽ കിറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ട് ലിങ്ക് ആവുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയുടെയും കമൻറ്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഞാൻ കമൻറ്റിലിടുമ്പോൾ വരുമായിരിക്കും. മറ്റേതിൻ്റെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ കമൻറ്റിലിടുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോൻ്റെ ഇതിൻ്റെ സംഭവം ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഫേസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ അപ്പോൾ ജസ്റ്റ് വേണമെങ്കിലൊക്കെ ചെയ്ത് നോക്കാം, അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം.